ഞെട്ടിക്കുന്ന ഒരു അരുംകൊലയുടെ വാർത്തയാണ് ഇന്നലെ രാത്രി പറവൂരിൽ നിന്ന് വന്നത്. മനസാക്ഷി മരവിപ്പിക്കുന്ന കൊലപാതകം എന്നൊക്കെ വിശേഷിപ്പിക്കാം. മാത്രമല്ല പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നുള്ളൊരു ആക്ഷേപം നാട്ടിൽ ഉയർത്തുകയും ചെയ്യുന്നു. ഇതിന്റെയൊക്കെ വിവരങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ പുറത്തു വരേണ്ടതുണ്ട്. പറവൂർ ചേന്നമംഗലത്ത് 3 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി റിത്തുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊലപാതക സമയത്ത് പ്രതി ലഹരിയിലായിരുന്നില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുടുംബത്തോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന മൊഴി. ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ നില ഗുരുതരമായി തുടരുന്നു. കൊല്ലപ്പെട്ട 3 പേരുടെ ഇൻക്വസ്റ്റ് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കറും രാഗനും ചേരുന്നുണ്ട്. അരുണ, നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാരുടെ ആക്ഷേപം പ്രധാനമായും ഇയാളൊരു പ്രശ്നക്കാരനായിരുന്നു, പോലീസ് വേണ്ട നടപടികൾ കൃത്യമായി എടുത്തിരുന്നെങ്കിൽ ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്താണ് അവിടുന്ന് നാട്ടുകാരുടെ ഒരു പ്രതികരണം? യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? പക്ഷേ ഞാനിപ്പോൾ വടക്കക്കര പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെയാണ് ഈ പ്രതി ഋതുവിനെ പാർപ്പിച്ചിരിക്കുന്നത്. ഇയാൾ ഈ കൊലപാതകം നടത്തിയ ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് വെച്ച് തന്നെ പോലീസ് ജീപ്പ് കണ്ടിരുന്നു. പോലീസ് ജീപ്പിലുള്ള SIക്ക് ഒരു സംശയം തോന്നി. ഇയാളുടെ വാഹനത്തിന് കൈ കാണിച്ചു. ബൈക്കിലായിരുന്നു വന്നിരുന്നത്. ആ ബൈക്കിൽ കൈ കാണിച്ചു. ഇയാൾ കുറച്ച് ദൂരം പോയി നിർത്തി തിരിച്ചു വന്നതിന് ശേഷം ആണ് ഇയാൾ താൻ 4 പേരെ കൊന്നിട്ടാണ് വന്നതെന്ന് വളരെ ശാന്ത സ്വഭാവത്തോടെ പറഞ്ഞത്. ഇതിനെ തുടർന്ന് പോലീസുകാർ വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ നേരെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും അയാൾ ഈ സമയത്ത് ഒന്നും കാണിച്ചിരുന്നില്ല. ഇപ്പോഴും വളരെ ശാന്ത സ്വഭാവക്കാരനായിട്ടാണ് സെല്ലിൽ കഴിയുന്നത് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ നേരത്തെയും സമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് 2 സ്ത്രീകളാണ് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇയാളെയും അതോടൊപ്പം ഇയാളുടെ അച്ഛനെയും വിളിപ്പിച്ച് സംസാരിച്ച് മകന് ചികിത്സ നൽകിക്കൊള്ളാം എന്ന ഉറപ്പിന്മേലാണ് ഇയാളെ ഇവിടെ നിന്ന് വിട്ടത്. അതിനുശേഷം ചികിത്സ നൽകി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഇതായിരുന്നു ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ 3-4 കേസുകളും ഇയാൾക്കെതിരെ മറ്റ് സ്റ്റേഷനുകളിൽ ചുമത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആൾ കൂടിയാണ്. അപ്പോൾ അക്രമ സ്വഭാവം ഇയാൾക്ക് പതിവാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണ്. ഈ മാനസികാരോഗ്യ പ്രശ്നം എന്നൊരു പിടിവള്ളി ഇയാൾക്ക് എപ്പോഴും തുണയായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നവംബർ മാസത്തിൽ നിന്ന് ഇവിടുന്ന് വിട്ടതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ നടത്തിയ കൊലപാതകത്തിൽ നിന്ന് എന്തായാലും വ്യക്തമാണ്. ഇപ്പോൾ പോലീസ് അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. പുലർച്ചെ തന്നെ വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 10 മണിക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ